നിപ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സമ്പർക്ക പട്ടികയിൽ ആകെ 350 പേരാണുള്ളത്. ഹൈറിസ്ക് പട്ടികയിൽ 101 പേരുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സമ്പർക്കം വഴി ഉണ്ടാകുന്ന രോഗവ്യാപനം തടയുന്നതിലാണ് ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. +1 അലോട്ട്മെന്റ് കർശന നിയന്ത്രണങ്ങളോടെ നടത്തുമെന്നും മന്ത്രി അറിയിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സ്വാലിഹ്, എന്തൊക്കെയാണ് ഈ നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ന് എത്ര പരിശോധനകളാകും നടത്തുക? മറ്റ് വിവരങ്ങളിലേക്ക് കൂടിയൊന്ന് പോയാൽ. അജിംഷാദ്, ഇന്ന് 13 പേരുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടെ ലഭിക്കും. നിലവിൽ 350 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 101 പേരും ഹൈറിസ്ക് പട്ടികയിലാണ്. 68 പേരും. തീർച്ചയായും മന്ത്രി പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. സ്വാലിഹ്, മന്ത്രി പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ നേരിടുന്നത്. അപ്പോൾ ധൈര്യമായി ഇതിൽ ഈ ഒരു പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് പൊതുവെ ജില്ലയിൽ എല്ലാവരും നമ്മളൊരു പകർച്ചവ്യാധിയെ തടയുന്നതിനാണ് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം. അത് എല്ലാവരും ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബസ്സിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോൾ, കോളേജിലായിരിക്കുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടകളിൽ പോകുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ മാസ്ക് ധരിച്ച് തന്നെ പോകണം എന്നുള്ളത് ദയവായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട്. ആ നിലയിൽ നമുക്കിപ്പോൾ 9 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഏതാണ്ട് ഉച്ചയോടുകൂടി വരും. തിരുവനന്തപുരത്ത് എടുക്കുന്ന സാമ്പിളുകൾ പരിശോധിക്കുന്നത് തോന്നയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിലാണ്. തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാലിഹ് തന്നെ തുടരുമ്പോൾ. സ്വാലിഹ്, ഈ തിരുവനന്തപുരത്ത് 4, പാലക്കാട് 2 പേര് കൂടി സമ്പർക്ക പട്ടികയിലുണ്ട് അല്ലേ? അജിംഷാദ്, സമ്പർക്ക പട്ടികയിൽ അത് ഇന്ന് സ്രവ പരിശോധന നടത്തുന്നവരിൽ 4 പേർ തിരുവനന്തപുരത്തുള്ളവരാണ്. അതിൽ 2 പേർ പ്രൈമറി കോണ്ടാക്റ്റും 2 പേർ സെക്കൻഡറി കോണ്ടാക്റ്റുമാണ്. ഇവർ മൗലാന ആശുപത്രിയിൽ നിന്നാണ് ഈ രോഗിയെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് നിപ ബാധിച്ച കുട്ടിയുമായി സമ്പർക്കം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് നിന്നുള്ള 2 പേരുണ്ട്. ഇതിൽ ഒരാൾ നഴ്സാണ്, ആരോഗ്യ പ്രവർത്തകയാണ്. ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. ഇന്ന് പരിശോധിക്കുന്നവരിൽ 6 പേർക്ക് ചെറിയ രോഗലക്ഷണങ്ങളുണ്ട്, പനിയുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. നിലവിൽ 101 പേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട്. ഈ 350 സമ്പർക്ക പട്ടിക ഉയർന്നിട്ടുണ്ട്. എങ്കിലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. നിയന്ത്രണങ്ങൾ പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലെ നിയന്ത്രണം കർശനമായി തന്നെ തുടരുന്നുണ്ട്. ഫീൽഡ് സർവേ പുരോഗമിക്കുന്നുണ്ട്. ഈ കുട്ടി യാത്ര ചെയ്ത ബസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. RTOയുടെ കൂടി സഹായത്തോടെയാണ് ഈ ബസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് യാത്ര ചെയ്തവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് +1 അലോട്ട്മെന്റ് നടക്കുകയാണ്. ഇത് പ്രോട്ടോകോൾ പാലിച്ച്, പൂർണ്ണമായും സാമൂഹ്യ അകലം പാലിച്ച്, മാസ്ക് ധരിച്ച് ആണ് എല്ലാവരും എത്തേണ്ടതെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇത് പുരോഗമിക്കുകയാണ്. പോലീസിന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട്. മാസ്ക് എടുക്കാൻ മറന്നവർക്ക് അവിടെ നിന്ന് മാസ്ക് നൽകാനുള്ള സൗകര്യവും ആരോഗ്യ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംഘവും ഇന്ന് പാണ്ടിക്കാടുണ്ട്. പൂനെയിൽ നിന്നുള്ള ഇത് പരിശോധനയ്ക്കായുള്ള ഒരു മൊബൈൽ ലാബും മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അജിംഷാദ്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.